ഹരിയാനയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മൃതദേഹം സൂട്ട് കേസിലാക്കി ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു. കോൺഗ്രസ് പ്രവർത്തകയായ ഹിമാനി നർവാളിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിലടക്കം സജീവമായ ഹരിയാനയിലെ കോൺഗ്രസ് പ്രവർത്തകയാണിവർ. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സൂട്ട് കേസിലാക്കി ഉപേക്ഷിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. ബസ് സ്റ്റാൻഡിന് സമീപത്തായി ഒരു സൂട്ട് കേസ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരനാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. സോൻപത്തിലെ കതുര ഗ്രാമത്തിൽ നിന്നുള്ള ഹിമാനി നർവാൾ എന്ന 22-കാരിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം റോഹ്തക് ഡൽഹി ഹൈവേയിൽ സാംബ്ല ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് സൂട്ട് കേസ് കണ്ടെത്തിയത്. ഹിമാനി നർവാൾ ഹരിയാനയിൽ രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയിൽ അടക്കം പങ്കെടുത്തിട്ടുണ്ട്. റോഹ്തക് MP ദീപീന്ദർ ഹുഡയുടെ ഒപ്പമടക്കം വിവിധ രാഷ്ട്രീയ പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്നു ഇവർ. നാടോടി കലാരൂപമായ ഹരിവാൻവി നർത്തകി കൂടിയായിരുന്നു ഹിമാനി. ബസ് സ്റ്റാൻഡിന് സമീപത്തായി ഉപേക്ഷിച്ച നിലയിൽ സൂട്ട് കേസ് കണ്ട നാട്ടുകാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഹിമാനിയുടെ മൃതശരീരത്തിൽ അനേകം മുറിവുകൾ ഉണ്ടായിരുന്നു. കഴുത്ത് ഞെരിച്ചതിന്റെ അടയാളമുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. യുവതിയെ മറ്റൊരിടത്ത് വെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം മൃതശരീരം സൂട്ട് കേസിലാക്കി ബസ് സ്റ്റാൻഡിന് സമീപത്തായി ഉപേക്ഷിച്ചതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയാണെന്നും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് വ്യക്തമാക്കി. ഹിമാനിയുടെ മരണത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ കോൺഗ്രസ് നേതാക്കൾ സംഭവത്തിൽ വിശദമായി അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസ് അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് കോൺഗ്രസ് MLA ഭരത് ഭൂഷൺ ബത്ര പറഞ്ഞു. വളരെ മികച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു ഹിമാനി. കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തുന്നു. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കഴുത്തിൽ ഷാൾ കൊണ്ട് മുറുക്കിയ നിലയിലായിരുന്നു മൃതദേഹം സൂട്ട് കേസിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഹരിയാനയിലെ സോനേപത് ജില്ലയിലെ കത്തൂറ എന്ന മേഖലയിലാണ് ഹിമാനിയുടെ സ്വദേശം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഹരിയാനയിൽ എത്തിയപ്പോൾ സജീവ സാന്നിധ്യമായിരുന്നു ഹിമാനി. റോഹ്തക് MP ദീപീന്ദർ ഹുഡയുടെ ഉൾപ്പെടെയുള്ള പരിപാടികളിലും ഹിമാനി സജീവമായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് റോഹ്തക്കിലെ PGIM ആശുപത്രിയിലേക്ക് മാറ്റി. ഹിമാനിയുടെ മരണം അന്വേഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ വിന്യസിപ്പിക്കണം എന്നാണ് ആവശ്യം ഉയരുന്നത്. എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്ന ഹിമാനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന വിവരം പുറത്തുവരണമെന്നവർ പറയുന്നു. അതേസമയം ഹിമാനിയുടെ മരണത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് ഫോറൻസിക് വിദഗ്ധരുടെ ഉൾപ്പെടെ പരിശോധനകൾ നടന്നുവരികയാണെന്നും സാംബ്ല പോലീസ് സ്റ്റേഷൻ SHO വിജേന്ദർ സിംഗ് അറിയിച്ചു. വേറെ എവിടെയോ നിന്ന് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ചതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. എന്തായാലും CCTV ഉൾപ്പെടെ ഉള്ളവ പരിശോധിച്ചു വരികയാണ് എന്നും പോലീസ് അറിയിച്ചിരിക്കുന്നു. എന്തായാലും സജീവ കോൺഗ്രസ് പ്രവർത്തകയായ ഇവരുടെ മരണം, അതും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പോലെയുള്ള സംരംഭങ്ങളിൽ വരെ വളരെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്ന ഇവരുടെ മരണം ഇപ്പോൾ നടുക്കമുണ്ടാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.